ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൗണ്ട് ഇല്ല കേട്ടോ, സൗണ്ട് പോയി. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കരുതാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ചില്ല, പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇനിയിപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ കോളേജിലൊന്ന് പോകണം കേട്ടോ, എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. പിന്നെ കോളേജ് തുറക്കാറായപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കണം. അപ്പം ഇന്ന് കോളേജിൽ അവളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾക്കൊന്ന് കഫേയിലൊക്കെ ഒന്ന് പോകണം. അപ്പം ഞങ്ങൾ പോകുന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു ജസ്റ്റ്. അപ്പം കാണാം ഗൈസ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു റോൾ ഓൺ ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് തീർന്നിട്ടുണ്ടായിരുന്നു, അത് തീർന്നു പോയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു പുതിയത്, അങ്ങനെ അത് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മളിനി സെറ്റായി ഒരുങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നീ അവിടെ ചെന്നിട്ട് അവളുമായിട്ട് കോളേജിൽ പോകണം, എന്നിട്ട് കഫേയിൽ പോകണം, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ വ്ളോഗിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പം പോട്ടെ. അങ്ങനെ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നേ. അവിടെ വന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. വീട്ടിൽ നിന്നിട്ടുണ്ടെന്നൊരു പഴയ ടോപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റിയതാ ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതാ ഇവള് റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞാണ് പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കാൻ. ഞാൻ വന്നപ്പോൾ കുളിച്ചിറങ്ങിയതേ ഉള്ളായിരുന്നു. എപ്പം പോകാൻ ഇങ്ങനെയാണ്. ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൾ റെഡി ആയിട്ട് ഇറങ്ങുന്നതേ. അങ്ങനെ ബീഡ്സും കുത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ഇറങ്ങുന്ന പറഞ്ഞാൽ ഹോളിലോട്ട് വന്നിട്ട് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ മിറർ കണ്ടാൽ പിന്നെ വീഡിയോസ് ഫോട്ടോസും എടുക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മഴ പൊടിക്കുന്നുണ്ടായിരുന്നേ. ഇനി അവിടെ നിന്ന് പണി കിട്ടും. അങ്ങനെ ചാറ്റൽ മഴയുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മൈൻഡ് വെക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം തന്നെ കോളേജിലോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ വന്നിട്ടേ കഫേയിൽ പോകാനായിട്ട് പറ്റും. അപ്പോൾ കോളേജിലോട്ട് പോയിട്ട് എനിക്ക് റിക്വസ്റ്റ് ലെറ്ററൊക്കെ കൊടുക്കണം. ഏതാണ്ട് 1 ഇയർ ആയിട്ട് ഞാൻ കോളേജിൽ പോയിട്ട് ഒരു ബ്രേക്കപ്പ് സ്റ്റഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നോട്ട് ജോയിൻ ചെയ്യണം. അപ്പം നാളെ തൊട്ട് കയറാമെന്ന് കരുതുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാനായിട്ട് പോവാണ്. പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒരു ആവശ്യമുണ്ട് കേട്ടോ, ഒരാവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റും കൂടെ എനിക്ക് വാങ്ങിക്കണം. അതിന് റിക്വസ്റ്റ് ലെറ്റർ എഴുതി കൊടുത്താലേ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് പോവുകയാണേ. അങ്ങനെ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞാണ് വീഡിയോസ് എടുത്ത് തരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അല്ലാതെ പോയാൽ മൊത്തത്തിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ഷോർട്ട് കട്ട് വഴി കയറിയിട്ട് പോകുമ്പോഴത്തേനും എളുപ്പം എത്താം. എനിക്കൊരു ഷൈ ഉണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് ശേഷം കോളേജിലോട്ട് പോവില്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഇത്. പൊക്കോണ്ടിരുന്നതാണെങ്കിൽ കുഴപ്പമില്ല പോകുമ്പോഴത്തേന്. അപ്പോൾ ഇത് കുറേ നാൾ ശേഷം പോകുന്നതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് മഴ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നേ. കോളേജ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ മാറി. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ കോളേജ്. നല്ല കാമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് റിക്വസ്റ്റ് ലെറ്റർ എഴുതാണ്. പിന്നെ പ്രിൻസിയെ കാണാൻ കയറണമായിരുന്നു. അപ്പോഴത്തേനും അവളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, ലെറ്ററും കൊടുത്ത് നമ്മുടെ കാര്യമൊക്കെ നടന്ന് നേരെ കഫേയിലോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴും ഒരു 1.5 മണിക്കൂറോളം പോസ്റ്റ്, 1.5 മണിക്കൂർ അല്ലെങ്കിലേ ഉള്ളൂ അവിടെ പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫാനൊക്കെ കണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ടൈമായി നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ കയറി. കാര്യം എന്താ നമ്മൾ പറയത്തില്ല കേട്ടോ, അത് പിന്നെ പറയാം. അങ്ങനെ ആ ഒരു അപേക്ഷയും കൊടുത്ത് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. ബേക്കറി കയറി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചിന്തിച്ചാണ്, പക്ഷെ കഴിച്ചില്ല. ഞാനൊരു മുന്തിരിപ്പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് ഫുൾ ലിപ്സ്റ്റിക്ക് തുടയ്ക്കാൻ കേട്ടോ. കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കളിയാക്കുകയാണ്, നിനക്ക് ഇതിപ്പോഴാണ് തുടയ്ക്കാൻ നേരം കിട്ടി, നീ ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിക്കളയാൻ പറയാൻ കേട്ടോ. അപ്പോൾ വളരെ ഇങ്ങനെ തുടച്ച് ഞാൻ കുത്തു പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടോ. വീട്ടിൽ വന്നിട്ട് പിന്നെ റംബൂട്ടാൻ പിച്ചാൻ നോക്കുകയാണ്. കുറേ ഉണ്ട്, കുറച്ചായി. നല്ല പുളിയാണ് കേട്ടോ, അതുകൊണ്ട് ഇതങ്ങനെ കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയോടെ എൻ്റെ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് അടിച്ചേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്തേക്കണേ.